വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിന് സരസ്വതി മണ്ഡപങ്ങൾ ഒരുങ്ങി. വ്യാഴാഴ്ച രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭം നടക്കും. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ആചാര്യന്മാർ അക്ഷരമധുരം പകർന്നു നൽകും. വിദ്യാദേവതയായ സരസ്വതി ദേവിയെ ആരാധിച്ചുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പൂജ വെച്ച ശേഷം 2 ദിവസത്തെ ആരാധനകളാണ് നടന്നത്. ദുർഗാഷ്ടമിയും മഹാനവമിയും കഴിഞ്ഞ് വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെടുപ്പ് നടക്കും. പൂജയെടുപ്പിനെ തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. അക്ഷരലോകത്തേക്ക് കടന്നെത്തുന്ന ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ആചാര്യന്മാർ അക്ഷരമധുരം നൽകും. നാവിൽ ഹരിശ്രീ കുറിച്ച് വാഗ്ദേവതയുടെ അനുഗ്രഹത്തോടെ കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കുകയാണ്. ഹരിശ്രീയും അക്ഷരമാലയും വീണ്ടും എഴുതി വിദ്യാദേവതയെ പ്രാർത്ഥിച്ച് ആയിരങ്ങൾ ക്ഷേത്രങ്ങളിലെ സരസ്വതി മണ്ഡപങ്ങളിലെത്തും. ക്ഷേത്രങ്ങളിൽ വിജയദശമി ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദേവീ ചൈതന്യത്തെ ആരാധിച്ചുകൊണ്ട് ബുധനാഴ്ച മഹാനവമി ആഘോഷം നടന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേക പൂജ നടന്നു. തുടർന്ന് അരവിന്ദവേലി അച്യുതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സാരസ്വത സമൂഹാർച്ചനയും നടന്നു. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നുവന്ന ദേവീ ഭാഗവത നവാഹ യജ്ഞങ്ങൾക്കും സമാപനമായി. ക്ഷേത്രങ്ങളിൽ സംഗീതാരാധനയും കലോപാസനയും ഭക്തി നിർഭരമായി. വിദ്യാദേവതയുടെ അനുഗ്രഹത്തോടെ ആചാര്യസൗധത്തിൽ ദക്ഷിണ സമർപ്പിച്ച് കലകളും വിദ്യകളും അഭ്യസിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് ക്ഷേത്രത്തിലെ സരസ്വതി നടയിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുലർച്ചെ 4 മുതൽ ആരംഭിക്കും. കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം, പാല അമ്പലപ്പുറത്ത് ഭഗവതി ക്ഷേത്രം, പുന്നത്തുറ മണിമലക്കാവ്, കക്കയം കിരാതമൂർത്തി ക്ഷേത്രം, കുറിച്ചിത്താനം കാരിപ്പുടവത്തുകാവ്, പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വിജയദശമി ആഘോഷങ്ങളും വിദ്യാരംഭ ചടങ്ങുകളും വ്യാഴാഴ്ച രാവിലെ നടക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, കിഴങ്ങൂർ.